ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വർഗീയ അനുഗ്രഹങ്ങളെ കുറിച്ചാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ദൈവം നമ്മളെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നതിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രാരംഭമായിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. തിരഞ്ഞെടുപ്പ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വർഗീയ അനുഗ്രഹങ്ങളിൽ ഒന്നാമത്തേതാണ്. തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. യേശു തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ഫലം കായ്ക്കുവാനും നിലനിൽക്കുന്ന ഫലം കായ്ക്കുവാനും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫലം നിലനിൽക്കണം, അതിനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു എന്നുള്ളത് വാസ്തവമാണ്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തപ്പോൾ ഫലം കായ്ക്കുവാനും ആ ഫലം നിലനിൽക്കുവാനും വേണ്ടിയിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് നിലനിൽക്കുന്ന ഫലം എന്ന് നാം തിരിച്ചറിയണം. ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ ഭൂമിയിൽ വർദ്ധിച്ച് പെരുകി ഭൂമിയെ നിറച്ച് സകലത്തെയും അടക്കി വാഴുവിനെന്ന് പറഞ്ഞ് ദൈവം ആദാമിനെയും ഹവ്വയെയും അനുഗ്രഹിച്ചു. അവിടെ ഇംഗ്ലീഷിൽ നമ്മൾ കാണുന്ന പദം ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ ആൻഡ് ഫിൽ ദ എർത്ത്, സബ്ഡ്യൂ എവരിത്തിങ് ആൻഡ് റൂൾ ഓവർ എവരിത്തിങ്. അപ്പൊ ബി ഫ്രൂട്ട്ഫുൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം അവരെ അനുഗ്രഹിക്കുന്നത്. നിങ്ങൾ വർദ്ധിച്ചു വരണം. അവിടുത്തെ ഫ്രൂട്ട്ഫുൾ എന്നതിന്റെ മലയാള ഭാഷയിൽ നമ്മൾ കാണുന്നത് വർദ്ധിച്ചു വരിക, വർദ്ധിച്ചു പെരുകുക. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചപ്പോൾ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അബ്രഹാമിനോട് പറഞ്ഞത്, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഞാൻ നിന്റെ പ്രതിഫലമാണ്, അല്ലെങ്കിൽ നിന്റെ പ്രതിഫലം അതിമഹത്തായതാണ്. നീ വർദ്ധിച്ചു പെരുകണം എന്ന് അബ്രഹാമിനോട് പറഞ്ഞു. അബ്രഹാമിന്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ ഉൽപ്പത്തി 18-ൽ വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അവിടെ യോഹന്നാൻ 15-16, ജോൺ 15:16 അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. യേശു ക്രിസ്തു തന്നെ പറയുന്നതാണ്. അവിടെ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായി തന്നെ. നിലനിൽക്കുന്ന ഫലം. ഈ നിലനിൽക്കുന്ന ഫലം എന്ന് പറയുമ്പോൾ 2 വാക്യങ്ങളുടെ നമുക്ക് ഒന്ന് വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഒരു വ്യക്തത കിട്ടും. എന്താണ് നിലനിൽക്കുന്ന ഫലം എന്നതുകൊണ്ട് ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഹീബ്രു 12:27. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. നിർമ്മിതമായത്, ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന്. ഇളക്കമുള്ളത് മാറിപ്പോകും. അപ്പം നിലനിൽക്കുന്നത് എന്താണ്? ഇളക്കമില്ലാത്തതാണ് നിലനിൽക്കുന്നത്. വിച്ച് cannot be shaken, that will remain. അപ്പം ഇളക്കുവാൻ പറ്റാത്തത്, മാറ്റിക്കളയുവാൻ പറ്റാത്തത് നിലനിൽക്കും എന്ന് ആ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇനി 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം കൊണ്ട് നമുക്കൊന്ന് വായിക്കാം. 1 Corinthians chapter 3 verse
14. 1 Corinthians 3:14. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. അപ്പോൾ ഇളകിപ്പോകാതെ നിലനിന്നാൽ അതിന് പ്രതിഫലമുണ്ടാകും. ഇവിടെ അടുത്ത ഭാഗത്ത്, അതിനോട് ചേർന്ന ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്, പണിയെ എന്ത് ചെയ്യും? തീ കൊണ്ട് പരിശോധിക്കും. നമ്മുടെ പണികളെ, നമ്മുടെ പ്രയത്നങ്ങളെ, നമ്മുടെ പ്രവൃത്തികളെ തീ കൊണ്ട് പരിശോധിക്കുമ്പോൾ അത് കത്തിപ്പോയി കഴിഞ്ഞാൽ പ്രതിഫലം കിട്ടത്തില്ല. നിലനിൽക്കണമെങ്കിൽ കത്താതെ നിൽക്കണം. ഇപ്പൊ നമ്മൾ വായിച്ച ഈ 2 വാക്യങ്ങളോട് ചേർത്ത് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ വായിച്ച വാക്യഭാഗവും 1 Corinthians 3-ാം അധ്യായത്തിൽ നിന്ന് വായിച്ച വാക്യഭാഗവും ചേർത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, യഥാർത്ഥമായ ഫ്രൂട്ട്, നിലനിൽക്കുന്ന ഫലം എന്ന് പറഞ്ഞ ദൈവം ഉദ്ദേശിക്കുന്നത്, കർത്താവ് ഉദ്ദേശിക്കുന്നത് ഇളകിപ്പോകാത്തതും കത്തിപ്പോകാത്തതുമായിരിക്കണം. ഇളകിപ്പോകാത്തതും കത്തിപ്പോകാത്തതും അത് നിലനിൽക്കും, അതിന് പ്രതിഫലമുണ്ടാകും. That will remain and it will get a reward. നിലനിൽക്കുന്നതിന് എന്തുണ്ട്? പ്രതിഫലമുണ്ട്. അവൻ അങ്ങനെയെങ്കിൽ നാം ഈ ഒരു ചിന്തയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് നിലനിൽക്കുന്ന ഫലം എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ കഴിയും. നിലനിൽക്കുന്ന ഫലമാണെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്. അപ്പോൾ പ്രതിഫലത്തോട് ചേർത്ത് പറഞ്ഞിരിക്കുന്ന പ്രവൃത്തികളെ നമ്മളൊന്ന് പഠിച്ചാൽ കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്കൊന്ന് തിരിച്ചറിയുവാൻ കഴിയും, നമുക്ക് ശരിയായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവം ആഗ്രഹിക്കുന്ന നിലനിൽക്കുന്ന ഫലം എന്താണ്? എന്തിലാണ് നമുക്ക് നിലനിൽക്കുന്ന പ്രതിഫലം ലഭിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. ചില ഫലങ്ങളെ കുറിച്ച് കർത്താവായ യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോൾ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തില് അതിന്റെ 15 മുതലുള്ള വേദഭാഗങ്ങളിൽ കർത്താവായ യേശു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ കള്ളപ്രവാചകന്മാരെ അവരുടെ ഫലം കൊണ്ട് തിരിച്ചറിയുവാൻ കഴിയും. കള്ളപ്രവാചകന്മാരെ തിരിച്ചറിയുന്നത് ഫലം കൊണ്ടാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് അവരെല്ലാവരും അധർമ്മം പ്രവർത്തിക്കുന്നവരാണ്. ദൈവം അവരെ തിരിച്ചറിഞ്ഞത് എങ്ങനെ? അവിടെ പ്രവൃത്തികളിലൂടെയാണ് അവരെ തിരിച്ചറിഞ്ഞത്. അവർ നല്ല നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ അവരുടെ പ്രവൃത്തി അധർമ്മമായിരുന്നു, ധർമ്മവിരുദ്ധമായ പ്രവൃത്തി ചെയ്തവരായിരുന്നു. അവരുടെ പ്രവൃത്തിയാൽ തന്നെ അവരെ തിരിച്ചറിയുവാൻ കഴിയും. ഇനി യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയും കള്ളപ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 1 John chapter 4 verses 1 onwards. അവിടെ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ എല്ലാ ആത്മാക്കളെയും ഒന്ന് കയറി വിശ്വസിക്കരുത്, നിങ്ങൾ ആത്മാക്കളെ ശോധന ചെയ്യണം. കള്ളപ്രവാചകന്മാർ അനേകർ ലോകത്തിൽ വന്നിട്ടുണ്ട്. അവിടെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവർ ലോകത്തിലുള്ളത് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ലോകത്തിലുള്ളത് സംസാരിക്കുന്നു, ലൗകികമായ കാര്യങ്ങൾ സംസാരിക്കുന്നു, ലൗകികരായവർ അവരുടെ വാക്ക് കേൾക്കുന്നു. ലോകത്തിലുള്ളത് കാരണം ലോകത്തിലുള്ളത് സംസാരിക്കുന്നു, ലൗകികരായവർ അവരുടെ വാക്ക് കേൾക്കുന്നു. അത് ഈ ലോകം കൊണ്ട് തീരുകയാണ്, അത് നിലനിൽക്കത്തില്ല, അത് കത്തിപ്പോകും. ഈ ലോകം, ഈ ഭൂമി കത്തിപ്പോകാനുള്ളതാണ്. അതുകൊണ്ട് ലൗകികമായ കാര്യങ്ങളിൽ, ലോകപരമായ കാര്യങ്ങളിൽ അധിഷ്ഠിതമായി ജീവിച്ചാൽ അത് ഇവിടെ കൊണ്ട് തീർന്നു പോകും, പ്രതിഫലം കിട്ടത്തില്ല, നിലനിൽക്കുന്ന പ്രതിഫലം കിട്ടത്തില്ല. പ്രവൃത്തി നിലനിൽക്കണം. കള്ളപ്രവാചകന്മാർ ഈ ലോകത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ പഠിപ്പിക്കുമ്പോൾ ദൈവമക്കളെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഈ ലോകത്തിന്റെ അപ്പുറത്തേക്കും കൂടി ജീവിക്കുവാനുള്ള പ്രവൃത്തികളിലായിരിക്കണം. ഹല്ലേലൂയ. ഇനി മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ
ചില കാര്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് നമുക്കിനി കടന്നു വരാം. അവിടെ നിന്ന് നമുക്ക് അല്പനേരം ചിന്തിക്കേണ്ടതുണ്ട്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കപടഭക്തിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കപടഭക്തി, ഹിപ്പോക്രൈറ്റ്സ്, അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവര് ചെയ്യുന്നതൊക്കെയും ഈ ലോകത്തെ കാണിക്കാനാണ്, ഈ ലോക മനുഷ്യരെ കാണിക്കാനാണ്. അവർക്ക് ഇവിടെ പ്രതിഫലം കിട്ടി, അവിടെ പ്രതിഫലം കിട്ടത്തില്ല. അപ്പം ഈ ലോകത്തെ കാണിക്കുവാൻ, ഈ ലോകത്തിൽ മാത്രം നിലനിൽക്കുന്നത് ചെയ്താൽ ഈ ലോകത്തിൽ മാത്രമാണ് പ്രതിഫലം. അത് ശരിയായ ഫലമല്ല, അത് ശരിയായ പ്രവൃത്തിയല്ല. കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തത് ഈ ലോകത്തിൽ മാത്രം നിലനിൽക്കുന്ന പ്രവൃത്തികളോ ഈ ലോകത്തിൽ മാത്രം ലഭിക്കുന്ന പ്രതിഫലത്തിനോ വേണ്ടിയിട്ടല്ല. ഈ ലോകത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകുവാൻ കഴിയുന്ന പ്രവൃത്തിയും അതിലൂടെ ലഭിക്കുന്ന പ്രതിഫലത്തിനും വേണ്ടിയിട്ടാണ് കർത്താവായ യേശു നമ്മെ തന്റെ ശിഷ്യരായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്തൊക്കെയാണ് ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തി, നിലനിൽക്കുന്ന ഫലമുളവാക്കുന്ന പ്രവൃത്തി എന്താണ് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഞാൻ എൻ്റെ പഠനത്തിൽ മനസ്സിലാക്കിയ ഒരു 7 കൂട്ടം കാര്യങ്ങൾ, തിരഞ്ഞെടുത്ത ഒരു 7 കൂട്ടം കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിൽ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ 6-ാമത്തെ അധ്യായത്തിൽ തന്നെ, മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ആ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് രഹസ്യ പ്രാർത്ഥന. രഹസ്യ പ്രാർത്ഥന ലോകം കാണുന്നില്ല, ലോകത്തെ കാണിക്കാനല്ല. ആ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു ആത്മാർത്ഥതയുണ്ട്. രഹസ്യ പ്രാർത്ഥന കേൾക്കുന്നത് രഹസ്യത്തിൽ കാണുന്ന പിതാവാണ്. സ്വർഗസ്ഥനായ പിതാവാണ് രഹസ്യ പ്രാർത്ഥന കേൾക്കുന്നത്. ആ സ്വർഗസ്ഥനായ പിതാവ് ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ അവൻ സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലം നൽകും എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ആത്മാർത്ഥതയുള്ള പ്രാർത്ഥനകൾ അത് സ്വർഗം വരെ കൊണ്ടുപോകുന്നു, അത് നിലനിൽക്കുന്നതാണ്, അത് നിത്യതയിലും നമുക്ക് ഫലം തരുന്നതാണ്. രഹസ്യ പ്രാർത്ഥനകൾ നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, മറ്റൊരാളെ രക്ഷയ്ക്ക് വേണ്ടി നാം ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഇതൊന്നും മറ്റുള്ളവർ അറിയുന്നില്ല, പക്ഷെ അറിയുന്ന ഒരുവനുണ്ട്. നാം മറ്റൊരാളുടെ നാശം കാണുവാൻ കഴിയാതെ രക്ഷപ്പെടണമേ, രക്ഷപ്പെടുത്തണമേ എന്ന് ദൈവത്തോട് നമ്മുടെ ഉള്ളറകളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന അവൻ ഇവിടെ കൊണ്ട് തീരുന്നില്ല. ആ പ്രാർത്ഥന അത് നിത്യതയിലേക്ക് നീളുന്ന ഒരു പ്രാർത്ഥനയാണ്. അവിടേക്ക് ചെല്ലുന്ന ഒരു പ്രതിഫലം അതിന് ലഭിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. നമ്മുടെ പ്രാർത്ഥനകൾ, രഹസ്യ പ്രാർത്ഥനകൾ, അത് നിലനിൽക്കുന്ന ഫലമുളവാക്കുന്നതാണ്. അതിവിടെ കൊണ്ട് തീരുന്നില്ല, ഈ ലോകം കൊണ്ട് അത് തീരുന്നില്ല. രണ്ടാമത് 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, നിങ്ങൾ ആത്മാർത്ഥമായി ക്ഷമിക്കണം. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. ആത്മാർത്ഥമായി ക്ഷമിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയോട് നമുക്ക് ഫ്രീ ആയിട്ട് ഇടപെടാൻ കഴിയും. അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഈർഷ്യയുണ്ടാകും. നാം ആത്മാർത്ഥമായി ക്ഷമിച്ചാൽ, നമ്മോട് ആത്മാർത്ഥമായി ക്ഷമിക്കുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ഇവിടെ ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരു പ്രവൃത്തി മറ്റൊരാളോട്, നമ്മളോട് പാപം ചെയ്ത വ്യക്തിയോട്, നമ്മളോട് തെറ്റ് ചെയ്ത വ്യക്തിയോട്, നമ്മെ ബുദ്ധിമുട്ടിച്ച വ്യക്തിയോട് നാം ആത്മാർത്ഥമായി ക്ഷമിക്കുമ്പോൾ അത് ആ വ്യക്തിക്കും നമുക്കും സ്വർഗത്തിൽ വരെ എത്തുന്നതായ പ്രതിഫലം ഉളവാക്കുന്നു എന്ന് നാം തിരിച്ചറിയാം. പത്രോസ് കർത്താവിനോട് ചോദിച്ചു, ഞാൻ എൻ്റെ സഹോദരനോട് എത്ര വട്ടം ക്ഷമിക്കണം? എണ്ണിയാൽ തീരാത്ത രീതിയിൽ ക്ഷമിക്കണമെന്ന് കർത്താവ് മറുപടി പറഞ്ഞു. അത് നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 18-ന്റെ 22-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്,
കർത്താവ് പറഞ്ഞു, നീ 70 വട്ടം ക്ഷമിക്കണം. അടുത്ത ഭാഗത്തേക്ക് പോകാം. മൂന്നാമത്തെ കാര്യം നമ്മൾ കാണുന്നത് മത്തായി സുവിശേഷം 6:18 വാക്യത്തിലാണ്. 6:18. അവിടെ നമ്മൾ വായിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം, ഉപവാസ പ്രാർത്ഥനയെ കുറിച്ചാണ്. സീക്രട്ട് ഫാസ്റ്റിംഗ്, രഹസ്യത്തിലുള്ള ഉപവാസം. ഹല്ലേലൂയ. രഹസ്യത്തിലുള്ള ഉപവാസം മനുഷ്യനെ കാണിക്കാനല്ല, മനുഷ്യന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടല്ല. കർത്താവ് പറഞ്ഞു, നീ ഉപവസിക്കണം. കർത്താവ് യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചതാണ്. ഒരു ക്രിസ്തു ശിഷ്യൻ ഉപവസിക്കുന്നവനായിരിക്കണം. നാട്ടുകാരെ കാണിക്കാനല്ല, മറ്റുള്ളവരുടെ സിമ്പതി പിടിച്ചു പറ്റാനല്ല. അതിൻ്റെ അകത്ത് ഉപവാസമെടുക്കുമ്പോൾ അവൻ വ്യക്തിപരമായ ശുദ്ധീകരണവും ശക്തീകരണവും നടക്കുന്നു. അവൻ ആത്മീക ലോകത്തിൽ വലിയ വലിയ പ്രവൃത്തികൾ അതിലൂടെ ഉളവാകുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ഓപ്പറേഷൻ മൊബിലൈസേഷന്റെ ഇന്റർനാഷണൽ ഡയറക്ടറായിരുന്ന പീറ്റർ മേഡൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ ഡിസേബിൾഷിപ്പ് എന്നൊരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്റെ ജീവിതാനുഭവങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്, താൻ പലപ്പോഴും ഉപവസിക്കുമായിരുന്നു. തന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, തന്റെ മക്കളുടെ ആത്മീക ശോഷണം കണ്ടിട്ട് അദ്ദേഹം ഉപവസിച്ചു. ചില നാളുകൾ താൻ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെന്ന് വെച്ച് ആ ഒരു ഒറ്റ നേരത്തെ ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ടുള്ള ഉപവാസം. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മക്കളുടെ മടങ്ങിവരവ് കണ്ടു എന്ന് താൻ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്റെ പ്രസ്ഥാനത്തിലെ ചില വിഷയങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഭാരമുണ്ടായപ്പോൾ താൻ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് വെടിഞ്ഞുകൊണ്ട് ഉപവസിക്കുവാൻ തുടങ്ങി. അതിൻ്റെ അകത്ത് ചില നാളുകൾക്ക് ശേഷം ഒരു പരിഹാരം കാണുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് താൻ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളം കുടിച്ചുകൊണ്ട് ഉപവസിക്കാം, വെള്ളം കുടിക്കാതെ ഉപവസിക്കാം, ചായ കുടിച്ചുകൊണ്ടോ ജ്യൂസ് കുടിച്ചുകൊണ്ടോ ഭക്ഷണം ചില നേരങ്ങളിൽ ഒഴിവാക്കിക്കൊണ്ടോ ഒക്കെ നമുക്ക് ഉപവസിക്കാം. നമ്മൾ എടുക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ സ്ഥിതിയും സാഹചര്യങ്ങളും അനുസരിച്ച് നമ്മൾ എടുക്കുന്ന തീരുമാനം. പക്ഷേ തീരുമാനം നമ്മുടേതാണ്, വ്യക്തിപരമാണ്. നാം എത്ര ആത്മാർത്ഥതയോടുകൂടെ ഉപവസിക്കുന്നുവോ അത്രയും പ്രതിഫലമുളവാക്കുന്ന, നിത്യത വരെ നീണ്ടു നിൽക്കുന്ന പ്രതിഫലമുളവാക്കുന്ന അവനൊരു പ്രവൃത്തിയാണ് ഈ ഉപവാസം എന്ന് നാം തിരിച്ചറിയണം. രഹസ്യത്തിലുള്ള ഉപവാസം. നാലാമത്തെ നമ്മൾ കാണുന്നത് 19 മുതലുള്ള വാക്യങ്ങളാണ്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വേദഭാഗങ്ങളിൽ നമ്മളിങ്ങനെ കാണുന്നു. നിക്ഷേപത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നിക്ഷേപം. നിങ്ങൾ നിക്ഷേപം സ്വർഗത്തിൽ സ്വരൂപിക്കണം. ഇവിടുത്തെ നിക്ഷേപം ഇവിടെ കൊണ്ട് തീരും, അതിനെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. പക്ഷെ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുന്ന ഒരു ജീവിതം നാം കാഴ്ചവെക്കുന്നുവെങ്കിൽ നമുക്ക് അത് നിലനിൽക്കുന്നതായ ഒരു പ്രവൃത്തിയാണ്. നിലനിൽക്കുന്ന പ്രവൃത്തി. ദൈവത്തിന് സ്തോത്രം. കർത്താവ് യേശുവിന്റെ അടുക്കിലേക്ക് വന്ന ഒരു സമ്പന്നനായ യുവാവ് നമ്മൾ വായിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ കർത്താവ് അവനോട് പറഞ്ഞു, നീ കൽപ്പനകളൊക്കെ പ്രമാണിക്കുന്നുണ്ട്, പക്ഷേ നിനക്കൊരു കുറവ് ഞാൻ കാണുന്നു. നീ നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് വന്നെന്നെ അനുഗമിക്കണം. അവന് തന്റെ സമ്പത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട് അവന് വളരെ വിഷമത്തോടെ പോയി കളഞ്ഞു എന്ന് നാം ഇവിടെ വായിക്കുന്നു. കർത്താവ് യേശു ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും. അപ്പൊ സ്വർഗത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചാൽ അവന്റെ ചിന്ത എപ്പോഴും സ്വർഗീയ കാര്യങ്ങളെ കുറിച്ചായിരിക്കും. നമ്മുടെ ചിന്ത എവിടെയാണ് അധിഷ്ഠിതമായിരിക്കുന്നത്? ഈ ലോകത്തിലാണോ? എങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ നിക്ഷേപം എല്ലാം ഇവിടെയാണ്. നമ്മുടെ പ്രവൃത്തി, അതിൽ നമ്മൾ നിക്ഷേപം സ്വരൂപിച്ചിരിക്കുന്നത് സ്വർഗത്തിലാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് അമ്മൻ സ്തോത്രം പോകുമ്പോൾ ധൈര്യത്തോടുകൂടെ പോകാൻ കഴിയും. കാരണം അവിടെ നല്ലൊരു നിക്ഷേപം ഞാൻ സ്വരൂപിച്ചു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവൻ നമുക്ക് അവൻ സ്വർഗത്തില് നിക്ഷേപങ്ങളെ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഒരിക്കലും മാറാത്തതായ വിലയേറിയ നിക്ഷേപങ്ങൾ അവൻ നമുക്ക് വേണ്ടി സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത്
നഷ്ടപ്പെടുത്തി കളയാതെ അവൻ അതിനുവേണ്ടി പ്രയത്നിച്ചാല്, അവൻ ആ നിക്ഷേപത്തെ കുറിച്ച് ഉറപ്പോടുകൂടി ജീവിച്ചാല്, അവൻ നമുക്ക് ധൈര്യത്തോടുകൂടി കർത്താവിന്റെ അടുക്കിലേക്ക് പോകുവാൻ കഴിയും. അഞ്ചാമതായിട്ട് നമ്മൾ കാണുന്നത് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. വിധിയെ സംബന്ധിച്ച്, വിധിക്കരുത്, ഡു നോട്ട് ജഡ്ജ്. വിധിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ തന്നെ കുറവുള്ളവരായിരിക്കുമ്പോൾ മറ്റുള്ളവരെ അവരുടെ കുറവ് കണ്ടെത്തുന്ന ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണ്. മാനുഷികമായിട്ടുള്ളൊരു ബലഹീനതയാണ്, ഒരു പ്രശ്നമാണത്. നമ്മള് കർത്താവ് പറഞ്ഞു അങ്ങനെ ചെയ്യരുത്. നീതിയുള്ള വിധിക്കുവാൻ ദൈവം നമുക്ക് അനുവാദം തന്നിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 24 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ജോൺ ചാപ്റ്റർ 7 വേഴ്സസ് 24 ഓൺവേർഡ്സ്, അവിടെ കർത്താവായ യേശു പറഞ്ഞ ഒരു കാര്യമാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ കാഴ്ചപ്രകാരം വിധിക്കരുത്, നീതിയുള്ള വിധിക്കുവിൻ. കാഴ്ചപ്രകാരം വിധിക്കരുത്. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം, എത്രാം ക്ലാസ്സിലാണെന്ന് ഓർക്കുന്നില്ല, അവിടെ ഒരു ടീച്ചർക്ക് എന്നെ എപ്പോഴും സംശയമായിരുന്നു. ഞങ്ങളുടെ മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. ടീച്ചറുടെ പേര് ഞാൻ പറയുന്നില്ല. നല്ലപോലെ പഠിപ്പിക്കും, നല്ല രീതിയിൽ പഠിപ്പിക്കും. അതുകൊണ്ട് തന്നെ മാത്സിന് എനിക്ക് മിക്കവാറും ഫുൾ മാർക്ക് കിട്ടാറുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ക്ലാസ്സുകളിൽ എനിക്കും വേറൊരു വ്യക്തിക്കുമാണ് ഫസ്റ്റ് റാങ്ക് മാറി വരും. ഇത്തവണ എനിക്ക് ഫസ്റ്റ് കിട്ടിയാൽ അടുത്ത തവണ അവന് ഫസ്റ്റ് കിട്ടും. അപ്പോൾ ടീച്ചറിന് ഇഷ്ടം അവനെയാണ്. അതുകൊണ്ടാണെന്ന് അറിയത്തില്ല. പിന്നെ വിശ്വാസത്തിൽ അല്പം വ്യത്യാസമുണ്ട്. ടീച്ചറിന്റെ മതവിശ്വാസിയായിരുന്നു മറ്റേ പയ്യൻ, ഞാൻ വേറെ മതവിശ്വാസിയാണ്. ഇനി അതുകൊണ്ടാണെന്നും അറിയത്തില്ല, എന്നെ ടീച്ചർക്ക് എപ്പോഴും സംശയം. ഒരിക്കല് കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് തന്നെ സ്കൂളിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്നത്, എനിക്ക് തോന്നുന്നു 3-ാം ക്ലാസ് 4-ാം ക്ലാസ്സിലായിരിക്കും, പെൻസിൽ ഉപയോഗിക്കുന്ന സമയമാണ്. അതുകൊണ്ട് 5-ാം ക്ലാസ്സിൽ താഴെയായിരിക്കും. അപ്പം ഞാൻ അടുത്തിരിക്കുന്ന എൻ്റെ കൂടെ പഠിക്കുന്ന കൊച്ചുമായിട്ട് അടുത്തിരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ എന്തോ പിടിച്ചു വലിച്ച കൂട്ടത്തിൽ പെൻസിൽ എന്തോ പിടിച്ചു വലിച്ച, എൻ്റെ പെൻസിലാണെന്ന് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. അപ്പം അത് കൈ വിട്ടപ്പോഴത്തന്നെ പെൻസിൽ ആ കൊച്ചിൻ്റെ കണ്ണിൽ കുത്തി. അതുകൊണ്ട് വലിയ ദോഷമൊന്നും ഉണ്ടായില്ല, അല്പസമയം വേദന എടുത്തതേ ഉള്ളൂ. അപ്പം ആ പെൻസിൽ ആ കൊച്ചിൻ്റെ കണ്ണി കൊണ്ടപ്പോഴത്തേന് വിവരമൊക്കെ അറിഞ്ഞ ഈ ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്തിനാ ആ കൊച്ചിൻ്റെ കണ്ണി കുത്തിയെന്ന് ചോദിച്ചു. അവൻ, ടീച്ചറെ ഞാൻ കണ്ണിലൊന്നും കുത്തിയില്ല, അതറിയാതെ കൊണ്ടതാ, ടീച്ചറെ സമ്മതിക്കത്തില്ല, ജന്മം ചെയ്ത സമ്മതിക്കത്തില്ല, നീ കുത്തിയതാണ്. ടീച്ചറെ ഞാൻ കുത്തിയില്ല, ഞങ്ങളത് പിടിച്ചു വലിച്ചപ്പോൾ അറിയാതെ കൈവിട്ടു പോയി, അവന്റെ കണ്ണി കുത്തിക്കൊണ്ടതാ. അല്ല, നീ കുത്തിയതാ, നീ എന്തിനാ അവന്റെ കണ്ണി കുത്തിയത്? ടീച്ചർക്ക് അത് അറിഞ്ഞേ പറ്റുള്ളൂ. ഞാൻ നിഷ്കളങ്കനായിട്ട് നിന്ന് ഞാൻ മര്യാദയ്ക്ക് തന്നെയാണ് ജീവിച്ചത്. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ മര്യാദയ്ക്കാണ് ജീവിച്ചത്. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ കുറ്റം ആരോപിച്ച് ഞാൻ സമ്മതിക്കണം, എന്നാലും ടീച്ചറിന് തൃപ്തിയാകത്തുള്ളൂ. ഞാൻ സമ്മതിച്ചുമില്ല, ടീച്ചർ തൃപ്തിപ്പെട്ടുമില്ല. ഇതുപോലെ പല കാര്യങ്ങൾ, ഒരു തവണ എന്നൊരു സംശയം, പല കാര്യങ്ങൾ ഇതുപോലെ ടീച്ചറിനെ പിടിച്ചിട്ട് നീയാണത് ചെയ്തത്, നീ എന്തിനാ ഇങ്ങനെ ചെയ്തെന്ന് ചോദിക്കുമായിരുന്നു. പക്ഷേ അന്ന് ചെറുപ്പമായിരുന്നത് കൊണ്ടും ആ കുഞ്ഞുനാളിൽ നിഷ്കളങ്കല മനസ്സിലും ടീച്ചറോട് അങ്ങനെ വലിയ വിരോധമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും പലപ്പോഴും അത് ചിന്തിക്കുമ്പോൾ പ്രയാസം തോന്നിയിട്ടുണ്ട്. ഈ ടീച്ചർ എന്തിനാണ് വെറുതെ എൻ്റെ പുറകെ നടന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഇന്നും എനിക്കത് മനസ്സിലായിട്ടില്ല. നമ്മൾ നീതിയുള്ള വിധിക്കണം. സംശയം പലപ്പോഴും അത് അസ്വസ്ഥതയുള്ളതാണ്. അനാവശ്യമായിട്ട് നമ്മൾ മറ്റൊരാളെ വിധിക്കരുത്. ദൈവം പറഞ്ഞു, നിങ്ങൾ വിധിക്കാതിരുന്നാൽ നിങ്ങളെയും വിധിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ സമാധാനത്തോടെ ചെല്ലണമെങ്കിൽ ഈ ഭൂമിയിൽ മറ്റുള്ളവരെ വിധിക്കാതെ നമ്മെ തന്നെ നോക്കി നമ്മുടെ കുറുവശങ്ങളെ കണ്ടുപിടിച്ച് അതിലൊക്കെ ഒരു ഒരുക്കം പ്രാപിച്ച് നമുക്ക് ജീവിക്കാം. കർത്താവ് നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. ആറാമതായിട്ട് നമ്മൾ കാണുന്നത് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ, ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ഇച്ഛിക്കുന്നു പറഞ്ഞാൽ ഗുഡ് വർക്ക്സ്, സൽപ്രവർത്തികൾ.
ആറാമതായിട്ട് നമ്മളെ കൊണ്ടുപോകുവാൻ കഴിയുന്ന, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന കാര്യങ്ങൾ സൽപ്രവൃത്തികളാണ്. നമ്മുടെ കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, നമ്മളെ സൽപ്രവൃത്തികളായിട്ട് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു. കൊലോസ്യ ലേഖന 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. കൊലോസ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 10. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും. സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേ. അപ്പൊ നമ്മളൊരു സൽപ്രവൃത്തി ചെയ്യുമ്പോൾ അതിന്റെ 4-ാമത്തെ വാക്യത്തിലുണ്ട്, 3-4 വാക്യം, നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ, മറ്റൊരാളെ സഹായിക്കുമ്പോൾ, ഒരു പുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ അത് 4 പേരെ കാണിക്കുവാനായിട്ട് വ്യഗ്രതപ്പെടരുത്. രഹസ്യത്തിൽ ചെയ്യുവാൻ ശ്രമിക്കുക. സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ അത് സ്വർഗസ്ഥനായ ദൈവം കാണേണ്ടതിന്, ആ പ്രവൃത്തിയിൽ സ്വർഗത്തിൽ നിന്ന് പ്രതിഫലം ലഭിക്കേണ്ടതിന് നിനക്ക് മടക്കി തരുവാൻ കഴിയാത്തവർക്ക് കൊടുക്കുക, കടം കൊടുക്കുക, അവരെ സഹായിക്കുക. നല്ല ശമര്യക്കാരന്റെ കഥ കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല ശമര്യക്കാരൻ, ആ ശമര്യക്കാരന്റെ എന്ത് പ്രതിഫലവും കിട്ടുന്നത്. വഴിയെ കിടക്കുന്ന ഒരുത്തൻ ആരാണ് എന്താണെന്ന് അറിയത്തില്ല. താൻ ആ വഴിയെ പോയി എന്നല്ലാതെ തനിക്കിനി അദ്ദേഹത്തെ കാണുവാൻ കഴിയുമെന്ന് അറിയത്തില്ല. എന്നിട്ടും വഴിയമ്പലത്തിൽ കൊണ്ടുപോയി ആക്കിയപ്പോൾ പറഞ്ഞത്, അവൻ അധികം വല്ലതും ചെലവഴിച്ചാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തരാന്നാ പറഞ്ഞേ. അല്ലാതെ അവന്റെ പേരും അഡ്രസ്സും വെച്ചിട്ട് അവൻ മടങ്ങി വരുമ്പോൾ ഞാൻ അവന്റെ നിന്ന് പോയി മേടിച്ചോളാം എന്നല്ല പറഞ്ഞത്. തിരിച്ചു കിട്ടണമെന്ന് ഇച്ഛിക്കാതെ മറ്റൊരാളെ സഹായിക്കുവാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ, ആ പ്രവൃത്തിക്ക് വേണ്ടിയാ ദൈവം നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. സൽപ്രവൃത്തികളിൽ നാം വർദ്ധിച്ചു വരണം. ഒത്തിരി വാക്യങ്ങൾ നമുക്ക് അതിനോട് ചേർത്ത് വായിക്കുവാൻ കഴിയുന്നുണ്ട്. മത്തായി സുവിശേഷത്തിന്റെ 5-ാം അധ്യായത്തിൽ അതിന്റെ 13-16 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്തും. അടുത്ത വാക്യം, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അടുത്ത വാക്യം, മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. വെളിച്ചം എന്ന് പറയുന്നത് സൽപ്രവൃത്തികളാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നത്, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ സഹകരിക്കുന്നത്, ഇതൊക്കെ സൽപ്രവൃത്തികളിൽ പെടുന്നതാണ്. ഇത് ചെയ്താൽ അവൻ ഈ ലോകത്തിൽ നിന്നല്ല, ലോകം കഴിഞ്ഞ് നമ്മളെ കർത്താവിന്റെ ഇടയ്ക്ക് ചെല്ലുമ്പോൾ അവിടെ നമുക്ക് പ്രതിഫലം ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പ്രതിഫലം നൽകും. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2 വേഴ്സ് 12, 1 പത്രോസ് 2:12 നമുക്ക് അതിനെക്കുറിച്ച് വായിക്കുവാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ ആര് കണ്ടറിയണം? നിങ്ങളെ ദുഷിക്കുന്നവരെ കണ്ടറിയണം. സന്ദർശന ദിവസത്തിൽ അവ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്കും നന്മ ചെയ്യാനാ പറഞ്ഞത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഉപദ്രവിക്കുന്നവർക്കും നന്മ ചെയ്യുക. അവർക്ക് വെള്ളം കുടിക്കാൻ കൊടുത്താൽ സ്വർഗത്തിൽ നിന്ന് പ്രതിഫലം ലഭിക്കും എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇനി വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 12-13 വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. റെവലേഷൻ ചാപ്റ്റർ 20 വേഴ്സസ് 12 and 13. ന്യായവിധിയെ കുറിച്ച് പറയുമ്പോൾ, മരിച്ചവർക്ക് അവരവരുടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടായി. 13-ാം വാക്യം, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധി ഉണ്ടായി. ന്യായവിധിയാണ്. നമ്മളെ ന്യായവിധിക്കായിട്ടല്ല ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചത്, പ്രതിഫലം നൽകുവാനാണ്. ദൈവത്തിന് സ്തോത്രം. 7-ാമതായിട്ട് നമ്മൾ കാണുന്നത് നീതിപ്രവൃത്തികൾ. നീതിപ്രവൃത്തികൾ
മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. തന്റെ സ്നാനത്തോടുള്ള ബന്ധത്തിൽ യേശു യോഹന്നാൻ സ്നാപകനോട് പറഞ്ഞതാണ്, സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. എന്താണ് നീതി എന്ന് പറയുന്നത്? ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നതാണ് നീതി. ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നത്, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നത് നീതിയാണ്. അത് അകത്തെ മനുഷ്യന്റെ രൂപാന്തരത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ അകത്ത് നടക്കുന്ന വ്യത്യാസങ്ങൾ, നമ്മുടെ ഉള്ളിൽ വരുന്നതായ ചേഞ്ചസ്, നമ്മുടെ സ്വഭാവത്തിൽ വരുന്നതായ വ്യത്യാസം, ബാക്കിയെല്ലാം നമ്മൾ ചിന്തിച്ചതെല്ലാം പുറമേ ഉള്ളതായിരുന്നു. ഇവിടെ നമ്മുടെ അകത്തെ വ്യത്യാസം, വചനം അനുസരിക്കുമ്പോൾ, അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ അകത്ത് വരുന്ന വ്യത്യാസങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 36, അവിടെ കർത്താവായ യേശു ഇങ്ങനെയാണ് പറഞ്ഞത്. 3:36, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. അനുസരിക്കുക, പുത്രനെ അനുസരിക്കുക, വചനം അനുസരിക്കുക. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 22, അവിടെ ഇങ്ങനെ വായിക്കുന്നു, വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിപ്പിൻ. സങ്കീർത്തനം 19-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ, അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, 19-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ, സാംസ് 19 വേഴ്സ് 11, അവിടെ നമുക്കിത് കാണുവാൻ കഴിയുന്നുണ്ട്. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു, അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. There is a reward. പ്രതിഫലം ലഭിക്കുന്നതാണ് നിലനിൽക്കുന്ന പ്രവൃത്തികൾ. എന്താണ് നിലനിൽക്കുന്ന പ്രവൃത്തി? വചനം അനുസരിക്കുന്നത് നിലനിൽക്കും, അത് അവിടം വരെ നിലനിൽക്കും. നാം വചനം അനുസരിച്ച് ജീവിച്ചാൽ, കൽപ്പനകളെ അനുസരിച്ച് ജീവിച്ചാൽ, നമ്മുടെ ജീവിതത്തിന്റെ റിസൾട്ട് നമുക്ക് സ്വർഗത്തിൽ കാണുവാൻ കഴിയും, നിത്യതയിലും അത് കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. 13-ാം അധ്യായത്തിന്റെ സദൃശവാക്യങ്ങൾ, പ്രോവർബ്സ് ചാപ്റ്റർ 13 വേഴ്സ് 13, 13 കൂടെ നമുക്കൊന്ന് നോക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നു, വചനത്തെ നിന്ദിക്കുന്നവൻ അതിന് ഉത്തരവാദി, കൽപ്പനയെ ഭയപ്പെടുന്നവനോ പ്രതിഫലം പ്രാപിക്കുന്നു. കൽപ്പനയെ ഭയപ്പെടുന്നവനോ പ്രതിഫലം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. പ്രതിഫലം കിട്ടുന്ന പണിയാണ്, പ്രവൃത്തിയാണ് കൽപ്പനയെ അനുസരിക്കുക എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ 7 കൂട്ടം കാര്യങ്ങള് നമുക്ക് നിലനിൽക്കുന്ന ഫലം കൊണ്ടുവരുന്നതാണ്. നമ്മുടെ രഹസ്യ പ്രാർത്ഥന, മറ്റുള്ളവരോട് ആത്മാർത്ഥമായി ക്ഷമിക്കുന്നത്, നമ്മുടെ രഹസ്യത്തിലുള്ള ഉപവാസം, നമ്മൾ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുന്നത്, നമ്മൾ നീതിയോടെ വിധിക്കുന്നത്, നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്യുന്നത്, നമ്മൾ നീതി പ്രവൃത്തികൾ ചെയ്യുന്നത്, ഇതെല്ലാം നിലനിൽക്കുന്ന ഫലം കൊണ്ടുവരുന്ന പ്രവൃത്തികളാണ്. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. റെവലേഷൻ ചാപ്റ്റർ 11 അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ അവിടെ പ്രതിഫലത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. റെവലേഷൻ ചാപ്റ്റർ 11 വേഴ്സ് 18, 11:18 മരിച്ച അവിശ്വാസികൾക്ക് ന്യായവിധിയും വിശുദ്ധന്മാർക്ക് പ്രതിഫലവും കൊടുക്കുവാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി അതിന്റെ 14-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, റെവലേഷൻ ചാപ്റ്റർ 14 വേഴ്സ് 13, ഇവിടെ നോക്കുക, ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, അത് പറഞ്ഞത്, എഴുതുക,
ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. കർത്താവിൽ മരിക്കുന്നവർ, അതായത് വിശ്വാസത്തിൽ ജീവിച്ച് മരിച്ചവർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കണം. പ്രയത്നിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം തിരഞ്ഞെടുത്തത്. പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം തിരഞ്ഞെടുത്തത്. നിലനിൽക്കുന്ന ഫലമുണ്ടാകുന്ന പ്രവൃത്തികൾ. ഇപ്പോൾ അവരുടെ പ്രയത്നത്തിൽ നിന്ന് വിശ്രമിക്കണം. അടുത്തത് വാക്യം ഇങ്ങനെ പറയുന്നു, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. പ്രവൃത്തി അവരെ പിന്തുടരുകയാണ്. പ്രവൃത്തി ഇവിടെ കൊണ്ട് തീർന്നില്ല. നിലനിൽക്കുന്ന പ്രവൃത്തി ചെയ്തവന്റെ പ്രവൃത്തി അവനെ അനുഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നിത്യതയിലും അവനതിന്റെ ഫലം കാണുവാൻ കഴിയും. അവിടെ പ്രതിഫലം ലഭിക്കുവാൻ പോവുകയാണ്. 22-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. വെളിപ്പാട് പുസ്തകം 22-ന്റെ 11-12 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, റെവലേഷൻ 22, and let the one who is righteous still practice righteousness, and the one who is holy still keep himself holy. Behold, I am coming quickly, and my reward is with me, to render to every man according to what he has done. പ്രതിഫലം കർത്താവിന്റെ കയ്യിലുണ്ട്. റിവാർഡ് ഈസ് വിത്ത് ഹിം. പ്രതിഫലം കൊടുക്കുവാൻ കർത്താവ് വരുമ്പോൾ കർത്താവ് നോക്കുന്നത് എന്താണ്? അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുക്കും. അതുകൊണ്ട് വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. പ്രതിഫലം കർത്താവിന്റെ പക്കലുണ്ട്. ദൈവത്തിന് സ്തോത്രം. രണ്ട് യോഹന്നാൻ 8-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 2 John verse 8. 2 യോഹന്നാൻ 8. Watch yourselves that you do not lose what we have accomplished, but that you may receive a full reward. പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചുകൊള്ളുവിൻ. നഷ്ടപ്പെടുത്തി കളയരുത്. കൊലോസ്യ ലേഖനത്തിലേക്ക് ഒന്ന് വരാം. 3-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. കൊലോസ്യൻസ് ചാപ്റ്റർ 3:24. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 24-ാം വാക്യം. അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിക്കുവിൻ. 23-ാം വാക്യം. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും, ദാസന്മാരുടെ വിഷയത്തിലാണ്, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മോശയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ. അവിടെ ആ ഭാഗം ഒന്ന് വായിക്കാൻ നല്ലതാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 25-26 വാക്യങ്ങൾ വായിക്കുമ്പോൾ മോശയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഹീബ്രൂസ് ചാപ്റ്റർ 11 verses 25 and 26. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ, ഈ ലോകത്തിലെ നിക്ഷേപങ്ങളെക്കാൾ, ഈ ലോകത്തിൽ ലഭിക്കുന്ന പ്രതിഫലങ്ങളെക്കാൾ, ഈ ലോകത്തിൽ തനിക്ക് ലഭിക്കേണ്ട ബഹുമാനത്തെക്കാൾ ക്രിസ്തുവിന് നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. ഹല്ലേലൂയ. ക്രിസ്തു മൂലം എനിക്കുണ്ടാകുന്ന നിന്ന അതെനിക്ക് സ്വർഗത്തിലെ നിക്ഷേപം തരും, എന്നെ വലിയ ധനവാനാക്കി മാറ്റും. ഹല്ലേലൂയ. ആത്മീക സമ്പത്ത് എനിക്ക് വർദ്ധിപ്പിക്കണമെങ്കിൽ ഈ ഭൗതിക സമ്പത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട്, ഭൗതിക ബഹുമാനങ്ങളിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കരുത്. താൽക്കാലികമായതിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കരുത്. അനേക ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. മോശ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു. ഇന്നും മോശയുടെ പേര് നിലനിൽക്കുന്നുണ്ട്. ഈ മോശയാണ് കർത്താവുമായിട്ട് സംസാരിക്കുവാൻ മലമുകളിൽ ഇറങ്ങി വന്നത്. ഇനിയും മോശ ഇറങ്ങി വരും എന്ന് നാം വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഇത്രയും ഉദാഹരണങ്ങൾ, ഇത്രയും വേദവാക്യങ്ങൾ നിലനിൽക്കുന്ന ഫലം കായ്ക്കുന്നതിനെ കുറിച്ച്, അതിന് നമുക്ക് ലഭിക്കുവാൻ പോകുന്ന പ്രതിഫലത്തെ കുറിച്ച് വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ലേവ്യ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ലേവ്യ 26 ഇങ്ങനെ വായിക്കുന്നു, ദ ലോർഡ് വിൽ ഗീവ് റെയിൻ ആൻഡ് ദ ലാൻഡ് വിൽ ബെയർ ഫ്രൂട്ട്. ദൈവമാണ് മഴ ദേശത്ത് അയക്കുന്നത്. അങ്ങനെ ദേശം ഫലപുഷ്ടമായിട്ട് ഫലം പുറപ്പെടുവിക്കും. 26 അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, ദ ലോർഡ് വിൽ മേക്ക് യു ഫ്രൂട്ട്ഫുൾ. ദൈവം സഹായിക്കണം. നാം ഫ്രൂട്ട്ഫുൾ ആയി തീരണമെങ്കിൽ ദൈവം നമ്മിൽ മഴ പെയ്യിക്കണം. ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കണം. അതിനുവേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഫലം കൊണ്ടുവരുവാൻ കഴിയത്തുള്ളൂ. ഇനി ഒരു പ്രവൃത്തി കൂടെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12:24 നമ്മളിങ്ങനെ വായിക്കുന്നു, ജോൺ ചാപ്റ്റർ 12:24, ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കും, നിലത്ത് വീണ് ചത്തെങ്കിലോ അത് ഫലം കായ്ക്കും. ഹല്ലേലൂയ. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എന്നോട് ചേർന്നിരിപ്പിൻ, നിങ്ങൾ എന്നിൽ വസിപ്പിൻ. നമുക്ക് നമ്മളായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഫലം കൊണ്ടുവരുവാൻ കഴിയത്തില്ല. നമ്മളെ തന്നെ തകർത്ത് കർത്താവിനോട് ചേർത്തെങ്കിൽ മാത്രമേ ആ കർത്താവിങ്കിൽ നിന്ന് നമുക്ക് ഫലം ഉരുവാക്കുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഫലം ഉരുവാക്കുമ്പോഴും യോഹന്നാൻ 15 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഫലം കായ്ക്കുന്നതിനെ അധികം കായ്ക്കുവാൻ വേണ്ടി ചെത്തി വെടിപ്പാക്കുന്നു. ഒരു പ്രൂണിംഗ് ഉണ്ട്, അത് ഫലം കായ്ക്കുന്നവർക്കാണ്, പിന്നെയും അധികമായിട്ട് കായ്ക്കുവാൻ. ഹല്ലേലൂയ. കർത്താവിനോട് ചേർന്നിരിക്കണമെങ്കിൽ നമ്മളെ തന്നെ ഇല്ലാതാക്കണം. നമ്മുടെ സെൽഫ് ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിനോട് ചേർന്നിരിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ നിലത്ത് വീണ് തകർന്ന ഗോതമ്പ് മണി ആയിത്തീർന്നെങ്കിൽ മാത്രമേ നമുക്ക് ഫലം കൊണ്ടുവരുവാൻ കഴിയത്തുള്ളൂ. നാം ഫലം കൊണ്ടുവരുവാൻ തുടങ്ങുമ്പോൾ കർത്താവ് പറയും, കുറച്ചുകൂടെ ഫലം കായ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിൽ തന്നെ 10-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം കൂടെ വായിച്ച് നമുക്ക് ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കാം. അവിടെ അനേക കഷ്ടങ്ങളിലൂടെ കടന്നുപോയ എബ്രായ വിശ്വാസികളോട് അവരെ ധൈര്യപ്പെടുത്തുവാൻ വേണ്ടി അനേക കഷ്ടങ്ങൾ നിങ്ങൾ സഹിച്ചു, പക്ഷേ ഇനിയും വാഗ്ദത്തം പ്രാപിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവരോട് പറയുകയാണ് 35-ാം വാക്യത്തിൽ, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. മോശ ധൈര്യത്തോടുകൂടെ ഫറവോനോട് എതിർത്തു നിന്ന്. മഹാപ്രതിഫലമാണ് നമ്മുടെ ധൈര്യത്തിന് ലഭിക്കുന്നത്. ഈ നിലനിൽക്കുന്ന ഫലം കായ്ക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ നമുക്ക് നിലനിൽക്കുന്ന പ്രതിഫലം ഉണ്ടാകും. കർത്താവ് അതിനാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. നമുക്ക് കർത്താവിൽ ആശ്രയിക്കും. ദൈവം നമ്മളെ സഹായിക്കും. ദൈവം നമ്മെ ശക്തീകരിക്കും. ആവശ്യമായ ഫലം കായ്ക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദിവസങ്ങളിൽ ലോകത്തിലേക്ക് നോക്കിക്കൊണ്ടല്ല, താൽക്കാലികമായ റിസൾട്ട് ലഭിക്കുവാൻ വേണ്ടിയിട്ടല്ല, സ്വർഗത്തിലേക്ക് നോക്കി അവിടെ നിക്ഷേപം സ്വരൂപിക്കുവാൻ, അവിടെയും നിലനിൽക്കുന്നതായ ആമേൻ ഹല്ലേലൂയ പ്രവൃത്തികൾ കൊണ്ടുപോകുവാൻ തക്കവണ്ണം നമ്മുടെ പ്രവൃത്തികളെ നമുക്ക് സൂക്ഷിക്കാം. അതിനുള്ള ധൈര്യം കർത്താവെങ്കിലും നമുക്ക് പ്രാപിക്കാം. കർത്താവ് എല്ലാവരെയും അതിന് സഹായിക്കട്ടെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.